ഒരു ശരാശരി മലയാളി കസ്റ്റമർ മുമ്പ് ലോണുകൾ എടുത്തിരുന്നത് 3 ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നായിരുന്നു. എന്നാൽ ഇന്നത് 6 മുതൽ 7 വരെ കുത്തനെ ഉയർന്നിരിക്കുന്നു. ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് എലാറ ക്യാപിറ്റൽ നടത്തിയ ഒരു സർവേയിലൂടെയാണ്. ഇതുപോലെ ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന ഒരു മലയാളിയാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറച്ച് സേവിങ്സ് വർദ്ധിപ്പിക്കാനുള്ള 9 മസ്റ്റ് ട്രൈ ടിപ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. 1. പ്രിപ്പയർ എ ബഡ്ജറ്റ്. നിങ്ങളുടെ ചെലവുകൾ മാനേജ് ചെയ്യാനായി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. 1. നിങ്ങളുടെ ചെലവുകൾ ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. 2. നിങ്ങൾ ഓവർ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നത് ഉറപ്പുവരുത്തുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ വരവും ചെലവും ട്രാക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ. അതിനുശേഷം ഓരോ ആവശ്യത്തിനും ഒരു നിശ്ചിത തുക മാറ്റിവെക്കണം. ഒരു ബഡ്ജറ്റിംഗ് ആപ്പോ സ്പ്രെഡ്ഷീറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിളായി ചെയ്യാവുന്നതാണ്. 2. കട്ട് ബാക്ക് ഓൺ അൺനെസറി എക്സ്പെൻസസ്. നിങ്ങളുടെ ചെലവുകൾ എവിടെയൊക്കെയാണ് വെട്ടിച്ചുരുക്കാൻ പറ്റുമെന്ന് നോക്കുക. കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് എടുത്ത നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷൻസ് നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ടോ? പകുതിയിൽ കൂടുതൽ ആളുകളും തങ്ങൾ ഉപയോഗിക്കാത്ത സബ്സ്ക്രിപ്ഷൻസിനാണ് കഴിഞ്ഞ 6 മാസമായി പണം അടയ്ക്കുന്നതാണ് പഠനത്തിൽ തെളിഞ്ഞത്. നിങ്ങൾ ഉപയോഗിക്കാത്ത സബ്സ്ക്രിപ്ഷൻസ് ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുക. ചെലവ് ചുരുക്കാനുള്ള മറ്റ് ചില വഴികൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക, എക്സ്പെൻസീവ് ബ്രാൻഡുകൾ വാങ്ങുന്നതിന് പകരം ജനറിക് ബ്രാൻഡുകൾ വാങ്ങുക എന്നിവയാണ്. 3. മേക്ക് എ ഷോപ്പിംഗ് ലിസ്റ്റ്. ഇ-കോമേഴ്സ് സൈറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ വാങ്ങിക്കാറുണ്ട്. വാങ്ങേണ്ട സാധനങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇമ്പൾസ് ബൈയിങ് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കിക്കോളൂ. ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങൂ എന്ന് തീരുമാനമെടുക്കുക. ഇത് ചെയ്യുന്നതിലൂടെ അനാവശ്യ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ ശീലത്തിനോട് ഗുഡ് ബൈ പറയാം. പണം സേവ് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്നാണിത്. ടിപ്പ് നമ്പർ 4. കമ്പയർ പ്രൈസസ് ബിഫോർ ബൈയിങ്. ആദ്യം കാണുന്ന വിലയ്ക്ക് തന്നെ സാധനങ്ങൾ വാങ്ങുന്ന ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നിർത്തേണ്ടതാണ്. ഷോപ്പിംഗ് ചെയ്യുമ്പോൾ സ്റ്റോറിലെ വിലയും ഓൺലൈൻ വെബ്സൈറ്റുകളിലെ വിലയുമായി കമ്പയർ ചെയ്ത് മാത്രം വാങ്ങുക. പ്രത്യേകിച്ചും ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിന് മുമ്പായി ഫുഡ് ഓർഡറിംഗ് ആപ്പുകളിലെ വിലയും റെസ്റ്റോറൻറ്റുകളിലെ വിലയുമായി തട്ടിച്ചു നോക്കുക. ഇന്ത്യയിലെ ഒരു പ്രമുഖ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോം ഒരിക്കൽ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് തങ്ങൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് റെസ്റ്റോറൻറ്റുകളേക്കാൾ അധികമാണ്. ചുരുക്കി പറഞ്ഞാൽ ആലോചിച്ച് സമയമെടുത്ത് മാത്രം സാധനങ്ങൾ വാങ്ങുക. ടിപ്പ് നമ്പർ 5. ലുക്ക് ഫോർ ഡിസ്കൗണ്ട്സ്, കൂപ്പൺ കോഡ്സ് ആൻഡ് ക്യാഷ് ബാക്സ്. ഷോപ്പ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടുകൾ, കൂപ്പൺ കോഡുകൾ, ക്യാഷ് ബാക്കുകൾ എന്നിവയുണ്ടോ എന്ന് നോക്കുക. ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ പല ഡിസ്കൗണ്ടുകളും ഓഫറുകളും ചെയ്യുന്നുണ്ടല്ലോ. ഫ്യൂവൽ അടിക്കുമ്പോഴും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ക്രെഡിറ്റ് കാർഡുകൾ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ പണം സേവ് ചെയ്യാൻ സാധിക്കും. ടിപ്പ് നമ്പർ 6. സേ നോ ടു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. ഇൻകം കൂടുന്നതിനനുസരിച്ച് ചെലവഴിക്കുന്ന തുകയും നിങ്ങൾ കൂട്ടാറുണ്ടോ? ഇതിനാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ഇയർ 2018 മുതൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ റേറ്റ് കൂടി വരുന്നതായാണ് ബാങ്ക് ഓഫ് ബറോഡ നടത്തിയ ഒരു പഠനം കാണിക്കുന്നത്. ഫൈനാൻഷ്യൽ ഇയർ 2018 വെറും 4% ആയിരുന്ന ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ റേറ്റ് ഫൈനാൻഷ്യൽ ഇയർ 2023 ആയപ്പോഴേക്കും 6.4% ആയി ഉയർന്നിരിക്കുന്നു. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷന്റെ കെണിയിൽ വീഴാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനായി ഇൻകം കൂടുമ്പോൾ നിങ്ങൾ പണം ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്ന് ട്രാക്ക് ചെയ്യാം. ടിപ്പ് നമ്പർ 7. ലോവർ യുവർ എനർജി കോസ്റ്റ്. നിങ്ങളുടെ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? എപ്പോഴും വൈദ്യുതി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരിക്കുക. ഉപയോഗിക്കാത്ത സമയത്ത് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഓഫ് ആക്കി ഇടുക. ഇലക്ട്രിസിറ്റിയിൽ നിന്നും സോളാറിലേക്ക് മാറുന്നതിനെക്കുറിച്ചും ആലോചിക്കാവുന്നതാണ്. ടിപ്പ് നമ്പർ 8. കട്ട് ഡൗൺ ഓൺ സെൽഫോൺ ബിൽസ്. ഇന്ന് നിരവധി ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് മാർക്കറ്റിലുണ്ടല്ലോ. അവർ ഓഫർ ചെയ്യുന്ന വിവിധ പ്ലാനുകളിൽ നിന്നും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ പ്ലാൻ ഏതാണെന്ന് നോക്കി തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ ജൂലൈയിൽ മറ്റ് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് റേറ്റ് കൂട്ടിയപ്പോൾ 2.5 ലക്ഷത്തോളം കസ്റ്റമേഴ്സാണ് BSNL മാറിയത്. സെൽഫോൺ ബിൽ കുറയ്ക്കാനായി ഫാമിലി പ്ലാനുകളിലേക്കോ കപ്പിൾ പ്ലാനുകളിലേക്കോ മാറാവുന്നതാണ്. ടിപ്പ് നമ്പർ 9. ഡു ഇറ്റ് യുവർ സെൽഫ്. അവസാനമായി ഒരു ചോദ്യം കൂടി. വീടുകളിൽ ചെറിയ റിപ്പയർ വർക്കുകൾ വരുമ്പോൾ പുറത്തുനിന്നും ജോലിക്കാരെ വിളിക്കുകയാണോ ചെയ്യാറ്? അത്തരം റിപ്പയർ വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് ഡു ഇറ്റ് യുവർ സെൽഫ് വീഡിയോകൾ ഇന്ന് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ സ്വന്തം ചെയ്യുമ്പോൾ ഈ അനാവശ്യ ചെലവും ഒഴിവായി കിട്ടുന്നു. ഈ 9 ടിപ്സ് ട്രൈ ചെയ്ത് നോക്കാൻ സൂപ്പർ എക്സൈറ്റഡ് ആണോ? മറ്റൊരു കാര്യം കൂടി, എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഗോളുകൾ സെറ്റ് ചെയ്യുക എന്ന് അറിയാനായി അടുത്ത വീഡിയോ കാണുക.